ഓക്കെ ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ കാർ ഫോർ സെൽ ഗെയിമാണ് കളിക്കാൻ പോണേ. ഇവിടെ പിന്നെ നമ്മളെ കാർ മാർക്കറ്റിലേക്ക് വന്നേക്കാ. കാർ മാർക്കറ്റിൽ പിന്നെ നല്ല കാറൊക്കെ കിട്ടും. ഇവിടെ പിന്നെ മസ്റ്റാങ്ക് ഉണ്ട് കേട്ടാ. മസ്റ്റാങ്ക് നൈസ് കാറാ. അവിടെ പിന്നെ ഫിയറ്റ് അബാർഡ് ഉണ്ട്. ഒരു മിനിറ്റ്, ഇതാ മറ്റേ ഔഡി R8 അല്ലേ? ഔഡി R8 നൈസ് കാറാ. ഭയങ്കര റെയർ കാറാ. ഈ കാർ നമുക്ക് മേടിക്കണം. പക്ഷെ നമ്മുടെ കയ്യിലാണെങ്കിൽ അധികം പൈസ ഇല്ല. എത്ര റേറ്റ് എന്ന് ചോദിച്ചു നോക്കാം. ഈ ചേട്ടൻ എത്ര പറയണേ? 19 ലക്ഷം. നമ്മുടെ കയ്യിലാണെങ്കിൽ 11 മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും 19 ഉണ്ടാക്കണം. ഇതേതാ വണ്ടി? അത് ചീപ്പ് വണ്ടിയാ. നമുക്ക് ചീപ്പ് കാർ വേണ്ട, എക്സ്പെൻസീവ് കാർ മതി. ഇത് പിന്നെ ഫിയറ്റ് അബാർദ. ഇതിന് നല്ല റേറ്റ് ഉണ്ടാവും. 5 ലക്ഷമാണ് ഈ വണ്ടിക്ക്. നമുക്കപ്പോൾ ഈ വണ്ടി ഇങ്ങ് മേടിക്കാം. എത്ര പ്രൈസ് പറയാ? 4,90,000. ഈ പ്രൈസ് ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? ഓക്കെ, ആ ചേട്ടൻ സമ്മതിച്ചു. നമ്മളങ്ങനെ ഈ കാർ മേടിച്ചു. ഈ കാറിൽ പിന്നെ ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടാ. ആകെ 2% മാത്രമേ ഡാമേജ് ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ കാർ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാം. ഓക്കെ, ആ കാർ അങ്ങനെ റിപ്പയർ ചെയ്യാൻ കൊടുത്തേക്കാണ് കേട്ടാ. നമുക്കിനി പോയിട്ടേ ആ മസ്റ്റാങ്ക് ഓടിക്കാം. മസ്റ്റാങ്കിനും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. എന്നാലും നമുക്കത് മേടിക്കാം. മസ്റ്റാങ്കിനപ്പോൾ എത്രയാണോ പ്രൈസ് പറയണേ? നമുക്ക് ചോദിച്ചു നോക്കാം. 61. അത് ഇച്ചിരി ചീപ്പാണല്ലോ. നമുക്ക് 55 ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? ഓക്കെ, ആ ചേട്ടൻ 55 സമ്മതിച്ചു. നമുക്കപ്പോൾ ഇതും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഓക്കെ, ആ 2 വണ്ടികളും ഞാൻ ഷോറൂമിലേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. നമുക്കപ്പോൾ ഈ 2 വണ്ടികൾ വിൽക്കാം. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടും. ഇന്ന് തന്നെ ആ ഔഡി R8 മേടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഔഡി R8 നൈസ് കാറാണേ. നമുക്കപ്പോൾ ഈ വണ്ടികളെ ആ സെയിലിടാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഞാൻ വണ്ടികൾ സെയിലിട്ടേക്കാണ്. ഷോറൂം നമുക്ക് ഓപ്പൺ ആക്കാം. അത് പിന്നെ ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. അവിടെ പിന്നെ ഒരു റേഞ്ച് റോവർ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ റേഞ്ച് റോവർ മേടിക്കാം. അയ്യോ, കസ്റ്റമർ ഒന്നുമല്ലോ. ആദ്യം കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് റേഞ്ച് റോവർ മേടിക്കാം. ഈ ചേട്ടൻ അബാർദ് മേടിക്കാനാ വന്നേ. എത്ര പ്രൈസ് പറയണേ? 7,64,000. നോട്ട് ബാഡ്. നമുക്കപ്പോൾ 9,5 ചോദിച്ചു നോക്കാം. സമ്മതിക്കോ? ആ ചേട്ടൻ സമ്മതിച്ചില്ല. നമുക്ക് ഇച്ചിരി റേറ്റ് കുറയ്ക്കാം. 9 ലക്ഷം. ആ പ്രൈസ് കുഴപ്പമില്ല. അതും സമ്മതിച്ചില്ല. ഇയാൾക്ക് എന്താ പ്രശ്നം? എന്നാൽ പിന്നെ 8,80,000. ഈ പ്രൈസ് കുഴപ്പമില്ല കേട്ടാ. ഇതിനങ്ങ് സമ്മതിച്ചേക്ക്. ഓക്കെ, ആ ചേട്ടൻ സമ്മതിച്ചു. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം നമ്മുടെ കയ്യിലേ 14 ലക്ഷം ഉണ്ട്. ഇവിടെ റേഞ്ച് റോവർ ഇരിക്കണില്ലേ? ഇത് നമുക്ക് മേടിക്കാം. ഇതിന് എത്ര പ്രൈസ് പറയണേ? വണ്ടിയിൽ പിന്നെ ഡാമേജ് ഉണ്ട്. 1,43,000. നമുക്കിച്ചിരി കുറയ്ക്കാം. 1,10,000 ചോദിച്ചോക്കാം. 10 സമ്മതിക്കോ? സമ്മതിക്ക് ചേച്ചിയെ. സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ 1,20,000. ഇതിൽ സമ്മതിക്ക്, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഈ ചേച്ചി സമ്മതിച്ചു. ഇതപ്പോൾ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാം. അതങ്ങനെ ഷോറൂമിലേക്ക് വന്നു. ഷോറൂമിൽ പിന്നെ വേറെ കസ്റ്റമർ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആ കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാം. ഒരെണ്ണല്ല, 2 ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ ചേച്ചിയോട് ചോദിച്ചു നോക്കാം. മസ്റ്റാങ്ക് ഓടിക്കാനാ വന്നേ. 78 കുഴപ്പമില്ല. ഈ ചേട്ടനോടും ചോദിച്ചു നോക്കാം. ഈ ചേട്ടൻ എത്ര പറയണേ? 74. എന്നാൽ പിന്നെ നമുക്ക് ഈ ചേച്ചി മതി. ഈ ചേച്ചി 78 പറയണ്ടായിരുന്നേ. നമുക്ക് ബാർഗെയിൻ ചെയ്യാം. എത്ര പറയാ? ഒരു 89 സമ്മതിക്ക്. ഓക്കെ, ആ ചേച്ചി സമ്മതിച്ചു. നമുക്ക് പക്ഷേ വലിയ ലാഭമൊന്നും കിട്ടണില്ല കേട്ടാ. ആ ഔഡി R8 19 നമുക്ക് ഈ റേഞ്ച് റോവർ ഇല്ലേ, അത് റിപ്പയർ ചെയ്യണം. അതിൽ ചെറിയ ഡാമേജ് ഉണ്ട്. ഇവിടെ കാർ മാർക്കറ്റിൽ വേറെ വണ്ടിയില്ലേ? ഇവിടെ ഒരു വിൻറ്റേജ് കാർ ഉണ്ട്. ഇതിനെത്രയാ? 86 ഉണ്ടായിരുന്നാ? അയ്യോ, ഈ കാറൊക്കെ ആദ്യം മേടിച്ചാൽ മതിയായിരുന്നു കേട്ടാ. മസ്റ്റാങ്ങിന് പകരം ഇത് മേടിച്ചാൽ മതിയായിരുന്നു.
ഇത് വിറ്റ് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ക്യാഷ് കിട്ടിയേനെ. ഈ കാർ നമ്മൾ പിടിച്ചേക്കാണ് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യിക്കാം. വണ്ടിയിൽ പിന്നെ ഡാമേജ് ഒന്നുമില്ല. വേറെ കാറുണ്ടോ? ഇതേതാ കാറ്? വില കൂടിയ കാറാ? 33. സോ ചീപ്പ്. ഇവിടെയും ഒരു വിൻറ്റേജ് കാറുണ്ട്. നേരത്തെ കണ്ട പോലത്തെ കാറാ. ഇതിന് 98 പറയണേ. നമുക്ക് ബാർഗൻ ചെയ്യാം. എത്ര പറയാ? 85,000. 85,000 കുഴപ്പമുണ്ടോ? അത് വേണ്ട, ഒന്നുകൂടെ കുറയ്ക്കാം. 83,000. ഈ പ്രൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതും സമ്മതിച്ചു. ഈ വണ്ടിയിലും ഡാമേജ് ഇല്ല. നമുക്കപ്പോൾ ഇതും ടെലിപ്പോർട്ട് ചെയ്യാം. നമുക്ക് വേഗം പോയിട്ട് ആ വണ്ടികൾ സെയിൽ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ രാത്രി ആവാറേ. രാത്രി ആയാലേ ആ കാർ മാർക്കറ്റ് ക്ലോസ് ആവും. പിന്നെ നമുക്ക് ആ ഔഡി R8 എടുക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ആ ഔഡി R8 മേടിക്കണം. ഇവിടെ നമ്മുടെ റേഞ്ച് റോവർ റിപ്പയർ ആയി. ഇതും നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യിക്കാം. ഗൈസ്, ഞാൻ ഈ വണ്ടികളെ സെയിലിൽ ഇട്ടുട്ടാ. ഇവിടെ ഇപ്പോൾ രാത്രി ആയാലോ. ആ കാർ മാർക്കറ്റ് ക്ലോസ് ആയി ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ആ ഔഡി R8 കിട്ടില്ല. കാർ മാർക്കറ്റ് ക്ലോസ് ആയിണ്ടാ? ശരിക്കും ക്ലോസ് ആയ? ഗൈസ്, കാർ മാർക്കറ്റ് അവിടെ ക്ലോസ് ആയി. അവിടെ എനിക്ക് ഒരു വണ്ടി പോലും കാണാനില്ല. എന്നാലും ജസ്റ്റ് മിസ്സിനെ പോയേട്ടാ. അത് കുഴപ്പമില്ല. കാർ മാർക്കറ്റ് ഇനിയും ഓപ്പൺ ആവും. നമുക്ക് അന്നേരം മേടിക്കാം. നമുക്ക് പിന്നെ പ്രോഫിറ്റാണ് കിട്ടിയേ. ലോസ് ഒന്നുമില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ നേരം വെളുത്തേക്കാണ്. കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ ഷോറൂമിലേക്ക് വന്നു. നമുക്കപ്പോൾ ഈ ചേട്ടനോട് സംസാരിക്കാം. എത്ര പ്രൈസ് പറയണേ? 1,22,000. കുഴപ്പമില്ല. എന്നാൽ പിന്നെ 1,60,000 ചോദിച്ചാലോ? 1,60,000 സമ്മതിക്കുമോ? ചാൻസ് കുറവാ. സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ 1,40,000. ഈ പ്രൈസ് കുഴപ്പമില്ല ഏട്ടാ. ഓക്കെ, ആ വണ്ടി എങ്ങനെ വിറ്റ് പോയിക്കാണ്. ഇവിടെ ഒരു അമ്മച്ചി റേഞ്ച് റോവർ മേടിക്കാൻ വന്നിട്ടുണ്ട്. എത്ര പ്രൈസ് പറയണേ? 1,39,000. കുഴപ്പമില്ല. 1,79,000. ഈ പ്രൈസ് കുഴപ്പമില്ല. സമ്മതിച്ചില്ലല്ലോ. ഡിസ്കൗണ്ട് വേണമെന്ന്. എന്നാൽ പിന്നെ 1,68,000. ഈ പ്രൈസ് കുഴപ്പമില്ല. അതും സമ്മതിച്ചില്ല. ശരി, ഈ ചേച്ചി ബാർഗൻ ചെയ്യാനേ സമ്മതിക്കണില്ല. ഇറങ്ങി പോടന്ന്. ഇവിടെ വേറെ ചേച്ചി വന്നിട്ടുണ്ട്. ഇതെത്ര പ്രൈസ് പറയണേ? അങ്ങനെ അങ്ങ് വഴിക്കുവാ. ഇത് കണ്ടില്ലേ, ഈ ചേച്ചി 1,72,000 പറയുന്നുണ്ട്. നമുക്കപ്പോൾ 2,00,000 ചോദിച്ചു നോക്കാം. 2,00,000 സമ്മതിക്കോ? ലെറ്റ്സ് ഗോ. ആ വണ്ടിയും കൂടി വിറ്റുപോയി. എന്നാലും നേരത്തെ വന്ന അമ്മച്ചിയെ അതിന് ഭയങ്കര ജാടാ. നന്നായി കൊടുക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഒരു വണ്ടി കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി വിറ്റുപോയേ എൻ്റെ ഇന്നത്തെ പണി കഴിയും. ഓക്കെ, ഈ കാർ മേടിക്കാനും കസ്റ്റമർ വന്നു. ചേട്ടൻ എത്ര പറയണേ? 1,18,000. കുഴപ്പമില്ല. നമുക്ക് ഈ ചേച്ചിയോടും ചോദിച്ചു നോക്കാം. ഈ ചേച്ചി എത്ര പറയണേ? 92. ഇറങ്ങിപ്പോയേ. ഈ വഴിക്ക് കണ്ടുപോരുത്. നമുക്കപ്പോൾ ഈ ചേട്ടന് തന്നെ കൊടുക്കാം. ഈ ചേട്ടൻ 1,18,000 പറയണ്ടായിരുന്നു. നമുക്കപ്പോൾ ബാർഗെയിൻ ചെയ്യാം. എത്ര പറയാ? 1,32,000. ഈ പ്രൈസ് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ആ വണ്ടിയും കൂടി വിറ്റുപോയി. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.